കേരളത്തിലെ ജനങ്ങളെല്ലാം ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി. UDFന്റെ സർക്കാർ അധികാരത്തിലേക്ക് എത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാനൊരു നിമിത്തം മാത്രമായിട്ടാണ് ചിറയൻകീഴിൽ മത്സരിക്കാനെത്തുന്നത്. അപ്പോൾ ചിറയൻകീഴിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളിൽ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികളിലൊക്കെ തരണം ചെയ്തു പോകുന്നവരാണ്. ദൈനംദിനമായിരിക്കുന്ന ജീവിത ചെലവിലെ വരുമാനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക, ജീവിത വരുമാനം തന്നെ ആറും കായലും കടലും ഒക്കെ തീരദേശ മേഖലയായിട്ട് മത്സ്യബന്ധനത്തിലൂടെയൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് അപകടരഹിതമായിരിക്കുന്ന ഒരു മത്സ്യബന്ധന ഒരു സംവിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അതേപോലെ തന്നെ അനന്തമായിരിക്കുന്ന ഒരു ടൂറിസം സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ഇതെല്ലാം ജീവിത വരുമാനത്തിലേക്ക് ഉതകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള വലിയ സ്വപ്നങ്ങൾക്കാണ് UDF തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അവിടുത്തെ അടിസ്ഥാനപരമായിരുന്ന വികസന പ്രവർത്തനങ്ങൾ. ആ ടീം UDFനൊപ്പം ഒരു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ ആ നിയോജക മണ്ഡലം കണ്ടിരിക്കുന്ന ആ സ്വപ്നങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ ജനങ്ങൾക്കൊപ്പം ഒരു നിമിത്തമായിട്ടാണ് എന്നിൽ ഈ ഉത്തരവാദിത്തം അർപ്പിക്കപ്പെട്ടത്. അത് പൂർണ്ണമായും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഉറപ്പായിട്ടും UDFന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമ്പോൾ അവിടെ ചിറയൻകീഴ് നിയോജക മണ്ഡലം UDFനൊപ്പം ഉണ്ടാകും. അതിന് ജനങ്ങൾ ഒരു അവസരം നൽകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ചിറയൻകീഴിലേക്ക് പോകുന്നത്.